പിന്നീട് വിമാനം റഡാർ സ്ക്രീനിൽ നിന്നും പെട്ടെന്ന് കാണാതായത് കണ്ട ഉദ്യോഗസ്ഥർ വിമാനത്തിനായുള്ള തിരച്ചിൽ സംഘത്തെ നിയോഗിക്കുന്നു. എന്നാൽ രാത്രിയുടെ ഇരുട്ടും പ്രതികൂല കാലാവസ്ഥയും മൂലം ഉദ്യോഗസ്ഥർക്ക് ആ രാത്രി വിമാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിറ്റേ ദിവസം വീണ്ടും തിരച്ചിലിനിറങ്ങിയ സംഘം ദൂരെ ഒരു മലയിടുക്കിൽ നിന്ന് പുക ഉയരുന്നതായി കണ്ടു. പെട്ടെന്ന് തന്നെ ദൗത്യസംഘം അങ്ങോട്ട് പുറപ്പെട്ടു. കണ്ട കാഴ്ചയിൽ തന്നെ ആ സത്യം അവർ തിരിച്ചറിഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന 75 പേരിൽ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ 63 യാത്രക്കാർ, പലരും ഹോങ്കോങ്, റഷ്യ, ചൈന, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയിലുള്ളവർ. 12 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിക്കും രക്ഷപ്പെടാനായില്ല. ശേഷം വിമാനം തകർന്ന വിവരം ഔദ്യോഗികമായി ഗവൺമെൻറ് ജനങ്ങളെ അറിയിക്കുന്നു. തുടർന്ന് റഷ്യൻ വ്യോമയാന അന്വേഷണ സമിതിയായ ഇൻ്റർസ്റ്റേറ്റ് ഏവിയേഷൻ കമ്മിറ്റി, ഫ്രഞ്ച് BEA, എയർബസ് ടെക്നിക്കൽ ടീമുകൾ എന്നിവയുടെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു.